വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ഫ്രൈഡേ ഒരു ബെയറിഷ് മൂവ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിരിക്കും. എന്തായാലും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. നോക്കിയാൽ കാണാം, ഈ ലെവലിന്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല, എപ്പോഴും മുകളിൽ തന്നെയാണ് നിന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ നമുക്ക് വൺ ഡേ ചാർട്ടിൽ ഇത്രയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നുണ്ട്. ഒന്ന്, ഇന്ത്യൻ സമയം 7:30 PM ISM മാനുഫാക്ചറിംഗ് PMI വരുന്നുണ്ട്. അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് 48.7, ഫോർകാസ്റ്റ് 49.3 ആണ്. അത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ നോക്കിയാൽ കാണാം. പ്രീവിയസിനേക്കാൾ മുകളിലുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫോർകാസ്റ്റിന്റെ ഫിഗർ വന്നാലും അതിനേക്കാൾ കുറച്ച് താഴെ വന്നാലും മുകളിൽ വന്നാലും കറൻസിക്ക് ബെറ്റർ ആവാൻ സാധ്യത ഉണ്ട്. ഇനി അടുത്ത ന്യൂസ് വരുന്ന ഇന്ത്യ സമയം 10:30 PM USDയിൽ ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ചാണ് വരുന്നത്. അതിന്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. ആ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് നോക്കിയതിനു ശേഷം മാർക്കറ്റിൽ മൊമെന്റം നോക്കി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ 1 അവറിലേക്ക് വരുന്ന സമയത്ത് കാണാം, മാർക്കറ്റ് ഒരു നല്ല ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ ഒരിക്കൽ കൂടിയിട്ട് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ലെവലാണ്. ഈ ലെവൽ നോക്കിയാൽ കാണാം, അവിടെയും മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് റെസിസ്റ്റൻസിന്റെ പ്രധാനമായിട്ടുള്ള ഏരിയാസ്. ഇനി നമുക്ക് താഴോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഈ ലെവൽ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു പോയ ഒരു ഏരിയ ആണ്. ആ ഏരിയയിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി എത്താനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് ഏരിയ കാണാം. ഇവിടെയും വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവും നമുക്ക് ഇവിടെ ഒരു മൈനർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഈ മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയനെ ടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ അതിന്റെ കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം. 3316,985, അതുപോലെ 3311,139 ആണ്. അടുത്തൊരു ഇത് 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഇപ്പൊ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്ന ഏരിയയിലും ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെയും കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. 3296.875, അതുപോലെ 3291.263 ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒക്കെ പ്രൈസ് റേഞ്ച് നോക്കാം. ഈ ഒരു സപ്പോർട്ടിന്റെ പ്രൈസ് റേഞ്ച് 3287,990, അതുപോലെ 3277,234, ഇതിന്റെ താഴെയുള്ളത് 3247,537, 3235,612, അതുപോലെ ഇവിടെ ഉള്ളത് 3332,615, അതുപോലെ 3320,258, അതുപോലെ മുകളിലുള്ളത് 3365,153, അതുപോലെ 3351,591. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസിന്റെ പ്രൈസ് റേഞ്ചുകൾ. ഇനി നമുക്ക് എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലിൽ ഇപ്പൊ കാണുന്ന ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, സോ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് എത്താനുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇവിടെ വന്ന് ഒരു പക്ഷെ വീണ്ടും ഒരു നല്ലൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ, നല്ലൊരു മൂവ്മെന്റ് ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ടാർഗറ്റ് ഫസ്റ്റ് വെക്കാം. സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വരെ വെക്കാവുന്നതാണ്. ഒരുപക്ഷെ അവിടെ നിന്ന് വീണ്ടും ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിന്ന് കളിച്ചതിന് ശേഷം നല്ലൊരു ബ്രേക്ക് മുകളിലോട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ആ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. ഈ ലെവൽ വരെയൊക്കെ വെക്കാവുന്നതാണ്. ഇനി ഇവിടെ തന്നെ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഒരുപക്ഷെ നല്ലൊരു വീഴ്ച കാണാം. ആ ഒരു വീഴ്ച കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ടാർഗറ്റ് ഈ ലെവൽ വരെ എത്താം.
ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഇവിടെയാണ്. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടേക്കും വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാം സ്ട്രോങ് സപ്പോർട്ട് ഏരിയാസ് ആണ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് ഇത് വീണ്ടും താഴോട്ടേക്ക് പിടിക്കാൻ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ 50 മിനിറ്റ്സിന്റെ ഒരു FEG കാണുന്നുണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതിന്റെ പ്രൈസ് എന്ന് ജസ്റ്റ് പറയാം. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3261.274 ആൻഡ് 3255.243 ആണ് ആ ഒരു പ്രൈസ് വരുന്നത്. അതിന്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻട്രി സാധ്യതകൾ ഉള്ളത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ഇതിന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ ഈ ലെവലിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽ എൻട്രിയും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.